ഇതിൻ്റെ സ്ക്രീനിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക നിങ്ങൾ ചെയ്യേണ്ടത്. FC എന്ന് പറഞ്ഞാൽ ഫാമിലി കോട്ട്, DC എന്ന് പറഞ്ഞാൽ ഡബിൾ കോട്ട്. FC-യുടെ റേറ്റ് ഒന്ന്, DC-യുടെ റേറ്റ് ഒന്ന്. ഇത് കൂട്ടി വേണം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ കേട്ടോ. ഇപ്പം ഈ കാണിച്ചതെല്ലാം ഡബിൾ. ഇനിയുണ്ടോ? ഇതെന്നാ 9 എണ്ണം കാണിച്ചാൽ മതി എന്ന് പറയാൻ എന്നെ ഇവിടെ പിടിച്ച് നിർത്തിയത്. ഇപ്പോൾ 12 എണ്ണമായി. 11 എണ്ണമായി അല്ലേ? ഇത് അടുത്ത ഡിസൈൻ. നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണിക്കുന്നത് ബെഡ്ഷീറ്റ് അഥവാ ബെഡ് സ്പ്രെഡ്. അതിനകത്ത് ഫാമിലി കോട്ടും ഡബിൾ കോട്ടും ആയിരുന്നു കാണിക്കുന്നത്. മറ്റുള്ളത് കാണിക്കുന്നില്ല. അത് ഓർഡർ എടുക്കാനുള്ള സൗകര്യാർത്ഥം 2 ടൈപ്പ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇത് ഞാൻ എല്ലായ്പ്പോഴും നമ്മളുടെ വീഡിയോസിൽ ഏറ്റവും കൂടുതൽ, അതായത് ബെഡ്ഷീറ്റിൻ്റെ ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ഇത് തന്നെയാണ്. ഇത് ഒരു എക്സ്പോർട്ട് ക്വാളിറ്റിയുള്ള നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. എക്സ്പോർട്ട് ക്വാളിറ്റി ഉള്ളതാണ്. സാറ്റിൻ കോട്ടൺ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ. സാറ്റിൻ കോട്ടൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ സോഫ്റ്റ്നെസ് അത് മാത്രം നിങ്ങൾ ഓർത്തേച്ചാൽ മതി. ആ സോഫ്റ്റ്നെസ് മാത്രമേ സാറ്റിൻ എന്നുള്ള പേര് കൊണ്ട് ഇതിനകത്തുള്ളൂ. ബാക്കി കോട്ടൻ്റെ പക്ഷെ നമ്മൾ പിടിച്ചു നോക്കുമ്പോൾ നമുക്ക് തോന്നും ശരി മിക്സ് ഉണ്ടോ എന്ന്. പക്ഷെ മിക്സ് ഒന്നുമില്ല. കോട്ടൻ്റെ എല്ലാ സുഖങ്ങളും കിട്ടും. സാറ്റിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടും. നല്ല കംഫർട്ട് സ്ലീപ്പാണ്. അതിന് ഞാൻ ഗ്യാരണ്ടിയാണ്. കാരണം ഞാനിത് സ്ഥിരം ഉപയോഗിച്ച്, ബാക്കി സാരിയോ മറ്റുള്ള സാധനങ്ങളോ എല്ലാം കാണിക്കും, എല്ലാം ഒന്ന് ഉപയോഗിച്ച് നോക്കിയിട്ടല്ല പറയും. ഇത് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് ക്വാളിറ്റി ഉറപ്പ് വരുത്തിയിട്ട് എനിക്ക് ഭയങ്കര ഹരമായിട്ട്, എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ അത് പിന്നെയും കൊണ്ടുവന്ന്. ഇതാണ് ഓൺലൈനിലും ഞങ്ങളുടെ ഷോപ്പിലും മജോറിറ്റിയിലുള്ളത് ഇങ്ങനത്തെ ബെഡ്ഷീറ്റ്. മറ്റേ പരിപര ഉള്ളതോ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. എനിക്കതൊന്നും ഒട്ടും ഇഷ്ടമില്ല. അത്ര കംഫർട്ടാണ്. വാഷ് ചെയ്യാനാണെങ്കിലും ഉപയോഗിക്കാനാണെങ്കിലും കൊണ്ടു നടക്കാനാണെങ്കിലും കിടക്കാനാണെങ്കിലും എന്തിനും നല്ല ബെഡ്ഷീറ്റാണ്. പിന്നെ ഇതിന് പില്ലോ കവറില്ല. ഇത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഇതൊക്കെ എപ്പോഴും പറയുന്നു, എന്നാലും ഞാൻ പറയാം കേട്ടോ. അത് ഞാൻ എപ്പോഴും പറയുന്ന ഇതുണ്ടല്ലോ, ഈ ഒരു ഭാഗം ബെഡ്ഷീറ്റിൻ്റെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് തേരർ എന്ന് പറയും. ഇതിങ്ങനെയാണ് ഇതിന് വരുന്നത്. ഇതുണ്ടോ, ഇങ്ങനെ ഇത് കീറിപ്പോകുന്നതോ ഇവിടെ നിന്ന് ഇങ്ങനെ നൂല് വിട്ട് വരുന്നതോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമല്ല. ഇതിങ്ങനെ എല്ലാ തുണിക്കും ഉണ്ട്. എല്ലാ തുണിയും, ഏത് തുണി എടുത്ത് നോക്കിയാലും, ഇപ്പം നിങ്ങളൊരു അറ്റ്ലീസ്റ്റ് ഒരു ഷോൾ എടുത്ത് നോക്കിയാലും അതിൻ്റെ ഒരു വശം ഇങ്ങനെ ഇതുപോലെയല്ല ഇരിക്കുന്ന. തേരെന്ന് പറഞ്ഞ സാധനം കാണും. ഷോളിനൊക്കെ വരുമ്പോൾ ഈ നൂലിങ്ങനെ പൊങ്ങി നിൽക്കുകയല്ല, അതിന് പകരം ഇവിടെ കട്ടി കൂടിയിരിക്കും, അങ്ങനെ ഇരിക്കും. അതുകൊണ്ട് പിന്നെ ഇതിൻ്റെ വക്ക്, ഇതിനകത്തുള്ള ഏക ഡ്രോബാക്ക് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സ് തന്ന ഒരു ഫീഡ്ബാക്കാണ്. 100ൽ 99.5% കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആണ് ഈ ബെഡ്ഷീറ്റിൽ. ആരും എന്നോട് ഇതിനെപ്പറ്റി ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇങ്ങനെ ഒരു സജഷൻ പറഞ്ഞു, ഇതിൻ്റെ വക്കും കൂടെ അടിച്ച് തരുവാണെങ്കിൽ നല്ലതായിരുന്നു. എന്ന് വെച്ചാൽ വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഈ നൂലിങ്ങനെ വന്ന് നിൽക്കും. അത് നമ്മുടെ ഹെഡിൻ്റെ ഭാഗത്തും കാലിൻ്റെ ഭാഗത്തുമാണ് അത് വരുന്നതെങ്കിൽ അത് അകത്തേക്ക് പോകും, നമ്മുടെ ബെഡിൻ്റെ അടിയിലേക്ക് പോകുന്നത്. അതല്ല സൈഡിലാണ് വരുന്നതെങ്കിൽ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും. വാഷ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. സ്റ്റിച്ച് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇച്ചിരി നൂല് ഇങ്ങനെ വിടർന്ന് നിൽക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ സൗകര്യാർത്ഥം എന്താണെങ്കിൽ ചെയ്യുക. നമുക്കിത് അടിച്ച് തരവ് പോസിബിൾ അല്ല. കാരണം ഇത്രയും ബെഡ്ഷീറ്റിന് അടിക്കുക എന്ന് പറഞ്ഞാലേ വേറൊരു കാര്യം നടക്കുക എന്നാവും. ഇതിപ്പോൾ ഫാമിലി കോട്ട നല്ല ലൈറ്റാണോ എന്ന് ചോദിച്ചാൽ ലൈറ്റാണ്. ഡാർക്ക് എന്താണെന്ന് വെച്ചാൽ അപ്പടി ലൈറ്റായി പോയെന്ന് ചോദിച്ചാൽ ലൈറ്റായി പോയിട്ടില്ല. അതിൻ്റെ സൈസ് ഞാൻ കാണിക്കാം. ഇത് ലെങ്ത്, ഇത് വിഡ്ത്ത്. വളരെ ഭംഗിയാണ് ബെഡിലൊക്കെ കിടന്ന് ഒക്കെ പിടിക്കണം. അയ്യടീ, എന്നോട് എന്നാ പറഞ്ഞത് ഞാൻ ചെയ്യുന്നത്. ഇത് വിട്ടാ കേട്ടോ. അതായത് എങ്ങനെയാ പറഞ്ഞത്, ഇങ്ങനെയല്ല, ഇങ്ങനെ തലയുടെ ഭാഗം ഒക്കെ വെക്കുന്നതാണ് ഇത്. മെഷർമെന്റ് എഴുതുന്നുണ്ടോ? ഇല്ല, മെഷർമെന്റ് ഒന്നുമില്ല. ഫാമിലി കോട്ട് എത്ര ഓർത്ത് വെച്ചാൽ മതി. കിങ് സൈസ് അല്ല, ക്യൂൺ സൈസോ. എനിക്ക് അങ്ങനെയൊന്നും പറയാൻ അറിയത്തില്ല. അറിയാലോ, ഫാമിലി കോട്ട് പറയാൻ അറിയത്തില്ലേ? അറിയത്തില്ലേ? ഇത് വിത്ത് നമ്മുടെ കോട്ടിൻ്റെ ഇങ്ങനെ വരുന്ന ഭാഗത്തോടാണ്. ഇത്രയും നല്ല ലെങ്ത്തും എടുത്തുള്ളതാണ്. കണ്ട നല്ല ഡിസൈനുമാണ്. ഞാൻ ഇതിന് എൻ്റെ കൈ കഴിക്കുന്നു. എന്നെ ഇട്ട് കോലം കെട്ടിക്കോ പൊതിച്ചാലും എന്നോട് പറയുവാണേ ഇത് പൊതയ്ക്കാൻ.
ഒറ്റവട്ടം ഞാൻ വെച്ചല്ലോ. ഇതിന്റെ തന്നെ ഡബിൾ കോട്ടും ഉണ്ട് കേട്ടോ. ഇവ വിട്ടിട്ട് കേസില്ല എന്നെ ഇനി അങ്ങനെ വല്ലതും പറയും. ഞാനിവിടെ സ്റ്റാഫിൻ്റെ അടുത്ത് എല്ലാം സംസാരിക്കുമ്പോൾ അവർ ഉദാഹരണം പറയുമ്പോൾ മുഴുവൻ സിനിമ ഡയലോഗാണ്. ഇവരിരുന്ന് ചിരിയായിരിക്കും. എനിക്ക് മനസ്സിലാവും അതിനാ ചിരിക്കുന്നതാണ്. അടുത്ത ഡിസൈൻ ഇത് കേട്ടോ. ഞാൻ ഇനി എല്ലാം ഇതാണ് ഡിസൈൻ. ലൈറ്റുമാണ്, ലൈറ്റ് ഷെയ്ഡാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഇന്ന് കൊണ്ടുവന്നേക്കുന്ന ഇതായതുകൊണ്ടല്ല, ഞാൻ കൂടുതലും കൊണ്ടുവരുന്ന ഒരുമാതിരി കൂടുതലും ലൈറ്റ് ഷെയ്ഡ് സാരി ഇട്ട പോലെ ഇട്ടേ. നമുക്കിത് എളുപ്പം ലൈറ്റ് ഷെയ്ഡാണ്. കാരണം കണ്ടാൽ എന്നെ വൃത്തിയാണെന്നറിയാം, എന്നെ ഭംഗിയ മുറിയിലേക്ക് കയറി വരുമ്പോൾ അതിന് ഭയങ്കര രസമാണ്. നമുക്കാണെങ്കിലും ഒരു കൂൾനെസ് ഫീൽ ചെയ്യും. ഭയങ്കര ഡാർക്കായിട്ടുള്ള ഒരു മാതിരി ഇത് കാണുമ്പോൾ ഉണ്ടല്ലോ സുഖം കാണത്തില്ല. പിന്നെ വേറൊരു ഗുണമെന്ന് വെച്ചാൽ ഇതിൽ എന്തെങ്കിലും ഈ പിള്ളേരൊക്കെ ഉള്ള വീടാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് അറിയാൻ സാധിക്കും. അടുത്ത ഡിസൈൻ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും ഏതെടുക്കണമെന്ന്. എല്ലാം നല്ലതാട്ടോ. ഏത് ഡിസൈൻ വേണേലും എടുത്തോ, ചോദിക്കുന്ന കിട്ടിയിട്ട് അടുത്തെടുത്തോ. ഞാൻ ഗ്യാരണ്ടിയാണ് ഇതിന്. ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ല സുഖം, കംഫർട്ട് സ്ലീപ്പിംഗ്. അതാണിത്. അടുത്ത് ഇതിൻ്റെ എല്ലാം ഡബിൾ കോട്ടും ഉണ്ട് കേട്ടോ. ഈ കാണിക്കുന്ന എല്ലാത്തിനും ഡബിൾ കോട്ട് ഉണ്ട്. പിന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുമ്പോൾ നമ്പർ FC എന്ന് പറഞ്ഞാൽ ഫാമിലി കോട്ട്, DC എന്ന് പറഞ്ഞാൽ ഡബിൾ കോട്ട്, അത് കൂട്ടി അയക്കാവുള്ളൂ. ഇനി ഇതിൻ്റെ നിങ്ങൾക്ക് ഡബിൾ കോട്ടും ഫാമിലി കോട്ടും വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ ഫാമിലി കോട്ടിനകത്തുനിന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, ഇതിനകത്തുനിന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യണം ഇതിൻ്റെ 2 എണ്ണമാണ് എനിക്ക് വേണ്ടത്, ഫാമിലി, FC, DC, അങ്ങനെ എത്ര എണ്ണമാണെന്നും കൂടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണേ. ചിലപ്പം പലതവണ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഞാൻ രസം നോക്ക്. ഞാനിതിൻ്റെ എല്ലാം ഓരോ നിർത്തുള്ളൂ. സത്യം പറയട്ടെ, ചുമ്മാ പറയല്ല, ഭയങ്കരമായിട്ട് ഇഷ്ടം. മാറ്റാൻ തോന്നുന്നില്ലത്. ഞാൻ കണ്ണാടി നോക്കി വെച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. ഇച്ചിരിയെങ്കിലും ഡാർക്ക് മാത്രം മതി എന്നുള്ളവർക്ക് വേണമെങ്കിൽ ഇതെടുക്കാം. ഇതിനകത്ത് ഇച്ചിരി ഡാർക്ക്നെസ് ഉണ്ട്, എന്നാലും ലൈറ്റാണ്. ആഷും ഒരു കളറും. ആർക്കാടോ ഇത് ഇഷ്ടമില്ലാതാവുന്നത്, ആർക്കാണ് ഇഷ്ടമില്ലാത്തത്. ഞാൻ ഇതല്ലേ ഡിസൈൻ കാണിക്കുള്ളേ. DC ഡിസൈൻ കാണിക്കേണ്ട കാര്യം, DCയുടെ ഒരെണ്ണത്തിൻ്റെ ലെങ്തും വിട്ടും കാണിക്കാം. പക്ഷെ ഡിസൈൻ കാണേണ്ട കാര്യമില്ലല്ലോ. ഡിസൈൻ ഇട്ട് കാണുന്നുണ്ടല്ലോ. പോരെ പോരെ പറ. ഉണ്ടോ ഡിസൈൻ ഉണ്ടോ? പ്രായമുള്ളവർക്കോ കുട്ടികൾക്കോ നവദമ്പതികൾക്കോ ഒന്നും വാങ്ങിച്ചാണോ? അല്ലല്ലേ, ഇന്ന് വേറെണ്ണോ വാങ്ങിച്ചല്ലേ? ഈ കളർ കോമ്പിനേഷൻ വരുന്ന വേറെണ്ണോ വാങ്ങിച്ചല്ലേ? പഴകിയ ദമ്പതികൾക്കോ ആർക്ക് വേണേലും കിടക്കാട്ടോ. നല്ല ഇഷ്ടമായിട്ട് പിണക്കോ കെട്ടിയാലും ഒക്കെ ആയിട്ട് പിണങ്ങി ഒക്കെ ഇരിക്കുവാണെങ്കിൽ ഒരു നല്ല ലൈറ്റ് ഷെയ്ഡുള്ള ബെഡ്ഷീറ്റും ഒക്കെ ഇട്ട് നല്ല എന്നാ പറയുന്നത് മുറിയൊക്കെ നല്ല വൃത്തിയാക്കിയൊക്കെ വെച്ച് കഴിയുമ്പോൾ ആണുങ്ങൾക്കൊക്കെ ദേഷ്യം മറ്റൊക്കെ ഉണ്ടെങ്കിൽ ദേഷ്യമൊക്കെ പൊക്കോളൂ. എന്നിട്ട് ഞാനെന്നാണ് കുപ്പിക്കകത്ത് കരിയിലെടുത്ത് വെക്കാൻ പറയുന്നത്. ആരാണ്ട് എന്നെ കുറേ കളിയൊക്കെ കുപ്പിക്കകത്ത് കുറച്ച് പച്ചക്കറിയൊക്കെ ഒന്നുമില്ല ഗ്രീൻ ഇത് തോന്നാനായിട്ടേ നമ്മുടെ റൂമിൽ ഇപ്പം ഈ മണി പ്ലാന്റും ഇപ്പം ലക്കി ബാമ്പു അങ്ങനത്തെ എല്ലാ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്. അങ്ങനെയൊക്കെ മേടിച്ച് വെക്കണം. അത് ഇപ്പോൾ വലിയ വീടായാലും ചെറിയ വീടാണെങ്കിലും അതൊക്കെ സാധിക്കുന്നുള്ളൂ. ഈ മണി പ്ലാന്റ് ഒക്കെ എവിടെയും കിട്ടത്തില്ലാത്തേ ഉണ്ടോ. ഇതിൻ്റെ ഒരു വേറൊരു ഡിസൈൻ കേട്ടോ. ഇത് സെൻട്രൽ പോർഷനിൽ നൂർത്ത് കാണിക്കണമായിരിക്കും അല്ലേ? ഓ എനിക്ക് മടുത്തു. എന്നാ പറയും വെറുക്കി പിടിച്ചു കഴിയുമ്പോഴത്തേനുമേ കണ്ടോ സെൻട്രൽ പോർഷനിൽ ഈ ഒരു എനിക്ക് ഇതിൽ കൂടെ പറ്റത്തില്ലെന്നേ. അവിടെ നിന്ന് ആക്ഷൻ കാണിച്ചാൽ മതിയല്ലോ. ഓ ഇത് ഒന്നും മനസ്സിലാകുന്നില്ല. ഏതാണ്ടൊക്കെ പറയാം. ഇത് സെൻട്രൽ എനിക്ക് വല്ലതും പറഞ്ഞോട്ടല്ലോ. ക്യാമറ മുന്നിലായിപ്പോയി. എന്നോട് പറയുവാണേ ഇതിന്റെ മണ്ടയ്ക്ക് കയറി എന്നിട്ട് വിട്ടോക്ക് കളിച്ചുണ്ടല്ലോ. സെൻട്രൽ പോർഷനിൽ ഈ ഒരു സാധനം വരും. താഴേക്ക് സൈഡിലേക്ക് ഇങ്ങനെയും വരും. ഇതൊരു ഡിസൈൻ ആണ്. ഈ ഡിസൈൻ കാണാമോ? ഉണ്ട് കേട്ടോ. ഇങ്ങനെ പില്ലോ ഇല്ലാത്തത് ഒരു ഇതാണെന്ന് എനിക്കറിയാം. ഇതിൻ്റെ സെപ്പറേറ്റ് പില്ലോ ഉണ്ട്. പക്ഷെ ഇപ്പം ചോദിച്ചാൽ തരാൻ പറ്റത്തില്ല. കാരണം അതിപ്പം ഞാൻ എടുത്ത് വെച്ചിട്ടില്ല. ഇവിടെ സെപ്പറേറ്റ് പില്ലോ ഉണ്ട്. പ്ലെയിൻ പില്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതേ. അല്ലെങ്കിൽ നിങ്ങൾ എന്നെടുക്കണമെന്നറിയോ? ഇതിൻ്റെ ഒരു ഡബിൾ കോട്ട് വാങ്ങിച്ചിട്ട് ഒരു ഡബിൾ കോട്ട് എക്സ്ട്രാ വാങ്ങിച്ചിട്ട് 4 പില്ലോ അടിച്ചാലും മതി. വീട്ടിലൊക്കെ തയ്യലൊക്കെ അറിയാവുന്ന വീട്ടമ്മമാരൊക്കെ നല്ല തനി വീട്ടമ്മമാരൊക്കെ ആയിട്ടിരിക്കുന്നവർക്കൊക്കെ എന്നെ നല്ലതാണ്. ഇതൊക്കെ ചെയ്യാമല്ലോ വീട്ടിലിരിക്കുമ്പോൾ അല്ലേ? ഞാൻ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഓർക്കുവേ. ഇപ്പോൾ വീട്ടിലിങ്ങനെ വെറുതെ ഒരു ജോലി ചെയ്യാതൊക്കെ ഇരിക്കുമായിരുന്നു. എന്ത് നല്ലതായിരുന്നു. പക്ഷെ കുറച്ച് ദിവസം നമ്മൾ മടുക്കും. വെറുതെ തോന്നലുകൾ മാത്രമാണ്.
ഇതിനകത്ത് ഏതാ നല്ലതെന്ന് ആർക്കെങ്കിലും തിരിച്ചു പറയാൻ പറ്റുന്നുണ്ട്? ഏറ്റവും നല്ലത് ഏതാന്ന് പറയുന്നവർക്ക് ഒരു സമ്മാനം, ഏറ്റവും നല്ലത് ഏറ്റവും കൂടുതൽ പേര് പറയുന്നതിനൊരു സമ്മാനം. നറുക്കിട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല, അതുകൊണ്ടല്ല, അത്ര നല്ല ഡിസൈൻസാണ്. ഇതെല്ലാം വേണം. അയ്യോ, എനിക്ക് വർത്താനം അതിൻ്റെ കൂടെ കൈയും മുക്കി പിടിച്ച് ഇതും കൂടി ആകുമ്പോഴത്തേന് ശ്വാസം മുട്ടുന്നു. ഇപ്പൊ ഏതാണ്ടൊക്കെ കോവിഡിന് ശേഷം ഏതാണ്ടൊക്കെ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നത്, അതൊന്നും വിശ്വസിക്കണ്ട കേട്ടോ. ആരും അതൊന്നും മൈൻഡ് ചെയ്യേ വേണ്ട. അതൊന്നും വരത്തില്ല, നമ്മുടെ നാട്ടിൽ ഇതൊന്നും വരത്തില്ല എന്ന് കുറച്ച് വിശ്വസിച്ചാൽ മതി കേട്ടോ. ഒത്തിരി പേര് ഇപ്പോഴേ ആശങ്കപ്പെട്ട് നടക്കുന്നവരുണ്ട്. അതൊന്നും ഇല്ലെന്നേ. ഇത് കോവിഡിനെ അതിജീവിച്ചവൻ ആൾക്കാരല്ലേ നമ്മൾ. അതിനെ അതിജീവിക്കാനുള്ള ടെക്നിക്സ് എല്ലാം നമ്മുടെ ഭരണകൂടങ്ങൾക്കും അങ്ങനെയുള്ള ആൾക്കാർക്കും എല്ലാത്തിലും ഉപരി ദൈവത്തിനും ഒരു നിശ്ചയമുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും വരത്തില്ല. അതിനെപ്പറ്റി കൂടുതൽ ആലോചിക്കേണ്ട. ഒത്തിരി പേരിപ്പോൾ പറഞ്ഞു ഇനിയിപ്പോൾ അത് വരാൻ പോവാ, എന്നാ ചെയ്യും, മറ്റേതാ പിള്ളേരെ ബാധിക്കുന്ന, പ്രായമായ ആരെയും ബാധിക്കത്തില്ല. അങ്ങനെ കുറച്ച് വിശ്വസിച്ചു അങ്ങനെ വരും. ആഷ് കളർ എന്താ ആഷും, അതായത് ലൈറ്റിൽ ഡാർക്ക് ഡിസൈൻ വരുമ്പം ഒരു ഭയങ്കര വെച്ച് കാണിച്ചേ. അതിന് കാണിക്കണോ? എനിക്ക് പറ്റത്തില്ല. ഇത് കാണിക്കണോ? ഇതെന്തിനാ? ഇതിന് ഡബിൾ കോട്ട് ഉണ്ടോ? സിംഗിൾ അല്ലേ ഉള്ളത്? എന്താണോ 9 എണ്ണം കാണിച്ചാൽ മതി എന്ന് പറയാൻ എന്നെ ഇവിടെ പിടിച്ച് നിർത്തിയത്. ഇപ്പൊ 12 എണ്ണമായി. 11 എണ്ണമായി അല്ലേ? ഇത് അടുത്ത ഡിസൈൻ. ഞാൻ ബെഡ്ഷീറ്റ് ഒരു 3 മാസം കൂടുമ്പോഴേക്കും സാധാരണ കാണിക്കാറുള്ളൂ. ഇപ്പം ഈടെയായിട്ട് അടുപ്പിച്ച് കാണിക്കുന്നുണ്ട്. ഇനി എപ്പോഴും കാണിക്കത്തില്ല കേട്ടോ. സീരിയസ് ആയിട്ട് കാണിക്കത്തില്ലെന്ന് എൻ്റെ വിചാരം. പക്ഷെ അത് ആൾക്കാർ ഒത്തിരി ചോദിക്കുന്നേ, അതുകൊണ്ട് കാണിക്കുന്നു. അല്ല അത് കാണിക്കുന്നില്ല. ഇനി ഇതിൻ്റെ എല്ലാം ഡബിൾ കോട്ട് ഒന്നും കാണിക്കാതെ എന്തോ ഒരു ലെങ്ത്തും വിട്ടും സംഭവങ്ങളും ഒക്കെ ഉണ്ടെന്നുള്ളത്. ഈ ഭാഗം കാണുന്നത് വിട്ട്, എന്താ ഇത് വിട്ട് മീൻസ് കാലിൻ്റെ ഭാഗം, അവിടെ വരുന്ന ഭാഗം. ഇത് ലെങ്ത് സിംഗിളിന്റെ ഫോൾഡിങ് എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കിയത് പെട്ടെന്ന് എൻ്റെ ഇടയ്ക്ക്. 5 മിനിറ്റ് വെക്കണോ? ഉണ്ടല്ലോ. ഇതിൻ്റെ എല്ലാം സിംഗിള് ഞാൻ കാണിച്ചതാണ്, അല്ല ഫാമിലി ഞാൻ കാണിച്ചത്, അതുകൊണ്ടൊന്ന് വൃത്തി കാണിക്കാത്ത കേട്ടോ. അഞ്ച് സെക്കൻഡ് നിൽക്കണമെന്നാണ് ഉത്തരവ്. ഇതിനകത്ത് വന്നു ആ സെൻട്രലായ സംഭവമുള്ള ഇത്. അതിൻ്റെ ഇപ്പം ഈ കാണിച്ചതെല്ലാം ഡബിൾ. ഇതെല്ലാം ഡീസിയാണ്. മൂകാവിനെയായിരുന്നു ഇത്ര നേരം. എന്നാ ഇനി ഇത് നിങ്ങൾക്ക് ഡബിൾ കോട്ടും ഫാമിലി കോട്ടും ഉള്ളൂ. പിന്നെ പില്ലോ ഇല്ല. നിങ്ങൾക്ക് 1, 2, 4, 5 എണ്ണമൊക്കെ വേണ്ടവർ വാങ്ങിച്ചോ. പക്ഷെ നമ്മൾ സാധാരണ സാരിയെ കഴിഞ്ഞും ഷിപ്പിംഗ് റേറ്റ് ഒരു പൊടിക്ക് കൂടുതലായിരിക്കും. ഒത്തിരിയല്ല, പൊടിക്ക് കൂടുതലായിരിക്കും. കാരണം ഷിപ്പിംഗ് റേറ്റ് അല്ലെ, കൊറിയർ ചാർജ് അല്ലെ, പോസ്റ്റൽ ചാർജ്, കൊറിയർ ചാർജ് അല്ലെങ്കിൽ പോസ്റ്റൽ ചാർജ് ഒക്കെ ഫിക്സ് ചെയ്യുന്നത് വെയിറ്റ് അനുസരിച്ച്. ചിലരുടെ വിചാരം ഒരു ഫിക്സഡ് റേറ്റ് ആണ്, 5, 6 എണ്ണമൊക്കെ എടുത്താലും ഒറ്റ ഷിപ്പിംഗ് റേറ്റ് പോരുമല്ലോ, അങ്ങനെയൊക്കെ പറയാനുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. അങ്ങനെയല്ല, അത് തെറ്റായ ധാരണയാണ്.
വെയിറ്റ് നോക്കിയിട്ടാണ്, വെയിറ്റും ഡിസ്റ്റൻസും നോക്കിയിട്ടാണ് ഇപ്പോൾ പോസ്റ്റ് ഓഫീസ് ആണെങ്കിലും കൊറിയർ ആണെങ്കിലും ഷിപ്പിംഗ് റേറ്റ് ഇടുന്നത്. ഞങ്ങൾ മേടിക്കുന്ന റേറ്റ് അല്ല, പോസ്റ്റ് ഓഫീസിനും കൊറിയറിനും ഇത് നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത് നിന്ന് നിങ്ങളുടെ പക്കൽ എത്തിക്കാൻ അവർക്കാവുന്ന ചാർജാണിത്. ഇത് നമ്മൾ ഫ്രീ ആയിട്ടല്ല കൊടുക്കുന്നത്. നമുക്ക് ഫ്രീ ആയിട്ടുള്ള പരിപാടി ഇല്ല, ഫ്രീ ആയിട്ടുള്ള പരിപാടി ഒരിടത്തും ഇല്ല, അതാണ് സത്യം. വെറുതെ ഉണ്ടെന്ന് ഇങ്ങനെ തോന്നിപ്പിക്കൽ മാത്രമേ ഉള്ളൂ. അപ്പം ചെറിയ മൈന്യൂട്ടായിട്ടുള്ള റേറ്റ് കൂടുതൽ കാണും സാരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കുന്നതിനെ അപേക്ഷിച്ച്. കാരണം ബെഡ്ഷീറ്റ് അല്ലേ, വെയിറ്റ് കൂടുതലാണ്, അതനുസരിച്ച് ചെറിയ റേറ്റ് വ്യത്യാസം കാണും. ഇത് ഞാൻ പറഞ്ഞിട്ട് നല്ല ബെഡ്ഷീറ്റാണ്, നല്ല പ്രിൻ്റാണ്, ഡയറക്റ്റ് കാണുമ്പോൾ ഒത്തിരി നല്ലതാണ്. അത് ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങളെ മേടിപ്പിക്കാൻ വേണ്ടി പറയുന്ന പോലെ. എനിക്ക് ബെഡ്ഷീറ്റിന് ചിലവിന് ഒരു പഞ്ഞോ ഇല്ല, സത്യമായിട്ട് ഞാൻ പറയാം. ഇഷ്ടം പോലെ ആൾക്കാർ ബെഡ്ഷീറ്റ് വാങ്ങിക്കുന്നവരുണ്ട്. പക്ഷേ ഈ തവണ വന്നിരിക്കുന്ന ബെഡ്ഷീറ്റ് ഒത്തിരി നല്ലതാണ്. നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ഇപ്പോൾ വാങ്ങിച്ചു കൊടുക്കുക. ആവശ്യത്തിന് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്, ഇപ്പം നിലവിലുണ്ട്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.